അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സുഹൃത്തുക്കളെ, ഒരു മുജാഹിദ് അകത്തും പുറത്തും ഒരുപോലെ പറയുന്നവനാണ്. ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം കാപട്യം ഉണ്ടാവുവാൻ പാടുള്ളതല്ല. ഒരു മുജാഹിദ് എപ്പോഴും അവന്റെ ആദർശം ആരുടെ മുന്നിലും വെട്ടിത്തുറന്ന് പറയേണ്ടവനാണ്. ഏതെങ്കിലും നിലക്ക് ഉള്ളിലൊന്നും പുറത്തൊന്നും പറയേണ്ടവനല്ല മുജാഹിദ്. സ്വന്തത്തിലുള്ളവർ ചോദിച്ചാലും പുറത്തുള്ളവർ ചോദിച്ചാലും ഇസ്ലാമികമായ വിഷയത്തിൽ ഒരേ നിലപാടായിരിക്കണം ഒരു മുജാഹിദിനുണ്ടാവേണ്ടത്. അവനാണ് യഥാർത്ഥ മുജാഹിദ്. എന്നാൽ ഈ ക്ലിപ്പൊന്ന് കേൾക്കുക സഹോദരങ്ങളെ, മുജാഹിദുകളെ. ഈയിടെ പുറത്തിറങ്ങിയ ഒരു ക്ലിപ്പ്, അതിന് വിശദീകരണം നൽകുന്ന നസാഫ് മൗലവിയുടെ വാക്കുകളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട മുജാഹിദ് സുഹൃത്തുക്കളെ, ഈയിടെ എന്റെ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഞാന് കഴിഞ്ഞ ആഴ്ച പെരിന്തൽമണ്ണയിൽ കൂടി ഡ്രൈവ് ചെയ്തു പോരുമ്പോൾ ഖത്തറിൽ നിന്ന് എനിക്കൊരു കോൾ വരികയുണ്ടായി. ഫൈസൽ നന്ദി എന്ന എന്റെ വളരെ അടുത്ത സുഹൃത്തായ ഫൈസലാണ് സാധാരണയിൽ ഖത്തറിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യാറുള്ളത്. അവനായിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തിരക്കിന്റെ ഇടയിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ ആ ഫോണിൽ കൂടി സംസാരിച്ച ഫൈസൽ എന്നുള്ള വിശ്വാസത്തിൽ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറയുകയുണ്ടായി. പിറ്റേന്ന് സുഹൃത്ത് മൻസൂർ അലി ചെമ്മാട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ സംസാരിച്ചിരുന്നത് ക്ലിപ്പുണ്ടാക്കൽ ഒരു മനോരോഗമായി മാറിയ കുപ്രസിദ്ധ മാഹിക്കാരൻ ജിഷാനായിരുന്നു മറുതലക്കൽ ഉണ്ടായിരുന്നത് എനിക്ക് ബോധ്യപ്പെട്ടത്. ആ ക്ലിപ്പ് വീണ്ടും കേട്ടപ്പോൾ വളരെ കുറ്റബോധവും വിഷമവും എനിക്ക് തന്നെ അനുഭവപ്പെട്ടു. കാരണം മുമ്പ് മർക്കസ് ദഅവ വിഭാഗത്തിലുണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് വിഷമം തോന്നുന്ന ഒരു ശൈലിയിലാണ് ഞാൻ അതിൽ സംസാരിച്ചിട്ടുള്ളത്. പിറ്റേന്ന് ശനിയാഴ്ച ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ സാഹിബ് എന്നെ വിളിക്കുകയും ഇത്തരം ഫോണിൽ കൂടിയുള്ള അബദ്ധത്തിൽ ചാടുന്നത് വളരെ ശ്രദ്ധിക്കണമെന്നും കുപ്രസിദ്ധനായ ജിഷാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെയും വിളിച്ച് ക്ലിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നും ഐക്യത്തിന്റെ ഗൌരവവും മറ്റും വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം എനിക്ക് ഉപദേശം നൽകുകയുണ്ടായി. പ്രശ്നം കുറച്ച് വലുതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിക്ക് വിളിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ സംസാരം കൊണ്ട് പല പ്രവർത്തകർക്കും വിഷമമുണ്ടായിരിക്കും, അതിനാൽ അതിനൊരു വിവരണം കൊടുക്കൽ നന്നായിരിക്കുമെന്ന്. തദടിസ്ഥാനത്തിൽ ഞാൻ പേരെടുത്തു പറഞ്ഞ ബഹുമാന്യന്മാരായ അലി മദനി, മൻസൂർ അലി ചെമ്മാട്, അബ്ദുൽ ലത്തീഫ് കരുമ്പലാക്കൽ എന്നിവരെ വിളിച്ച് ഈ വിഷയത്തിൽ അവർക്കുണ്ടായ വിഷമത്തിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയുണ്ടായി. മൻസൂർ അലിയും അലി മദനിയും പെട്ടെന്ന് ക്ഷമിച്ചു എന്ന് പറയുകയും അബ്ദുൽ ലത്തീഫ് സാഹിബ് എന്നോട് പറഞ്ഞു, എനിക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ ഫോൺ കോൾ കൊണ്ട് ഒരുപാട് പ്രവർത്തകർക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ട്, അതിനൊരു പരിഹാരമുണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് ഞാനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യമാവുകയും മതി എന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല സുഹൃത്തുക്കളും എന്നെ വിളിച്ചു ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തുകൊണ്ടാണ് അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കലിനെ നിശിതമായി വിമർശിച്ച് സംസാരിച്ചതെന്ന്. ഞാന് അവരെ കൂടെ ഉണ്ടാകുകയും പിന്നീട് മാതൃസംഘടനയിലേക്ക് മടങ്ങലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങളും സംസാരങ്ങളും അന്ന് എനിക്ക് മനസ്സിന് വല്ലാതെ വിഷമമുണ്ടാക്കിയിരുന്നു. ആ ഒരു നീരസം ലേശം മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രതികരിച്ചത്. അതൊരു തെറ്റായിപ്പോയിരുന്നു. ഇക്കാര്യം അദ്ദേഹത്തോട് തുറന്നു പറയുകയും ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുകയും അദ്ദേഹം ക്ഷമിച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ചില നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള ഒരു സംശയം, എന്താണ് ഞാനും റഹ്മാനിയും മറ്റും തീരുമാനിച്ചത് എന്ന വിഷയമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പറയാൻ ഇടവരുത്തിയത് ഐക്യത്തിനു ശേഷവും നമ്മുടെ
ചില സുഹൃത്തുക്കൾ ചില പ്രധാനപ്പെട്ട വിഷയത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ചർച്ചയും മറ്റും നടത്തിയപ്പോൾ ഒരിക്കൽ ഫോൺ ചെയ്യുന്നതിന്റെ ഇടക്ക് റഹ്മാന് ഞാനും പറയുകയുണ്ടായി, സിഹിർ ജിന്ന് വിഷയത്തിൽ പ്രമാണത്തിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കൽ അനിവാര്യമാണ്. അങ്ങനെ ഒരു വിവരണത്തിന് സമ്മതം നൽകാൻ വേണ്ടി നമുക്ക് നേതൃത്വത്തെ ബന്ധപ്പെട്ടാലോ എന്ന് ഞങ്ങൾ വെറുതെ ഒന്ന് സംസാരിച്ചിരുന്നു. ഇതിൽ കവിഞ്ഞ് ഒരു തീരുമാനമുണ്ടാവുകയോ എടുക്കുകയോ ഈ വിഷയത്തിൽ ഞങ്ങൾ നേതൃത്വത്തെ ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഫോൺ സംഭാഷണത്തിന്റെ ഇടയിൽ കേവലം ഒരു ചർച്ച അല്ലെങ്കിൽ സംസാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവസാനമായിട്ട് എനിക്ക് എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വിശിഷ്യ മുമ്പ് മർക്കസ് ദഅവ വിഭാഗത്തിലുണ്ടായിരുന്ന കൂട്ടുകാരോട് പറയാനുള്ളത്, എന്നിൽ നിന്ന് അബദ്ധത്തിൽ വന്ന സംസാരം, ഞാനും ഫൈസലും മാത്രമാണ് അങ്ങനെ സംസാരിച്ചിരുന്നതെങ്കിൽ ഒരാളും ആ സംസാരം കേൾക്കാൻ സാധ്യമല്ലായിരുന്നു. സംഘടനാ പ്രവർത്തകരായ നമ്മൾ പരസ്പരം പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്, അത് മറ്റുള്ളവരെ അറിയിക്കലില്ല. ഈ ഒരു രൂപത്തിലാണ് ഞാനും സംസാരിച്ചിരുന്നത്. എന്നാൽ പോലും അങ്ങനെ ചെയ്യരുതായിരുന്നു. ഇത് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്റെ വാക്കിൽ കൂടി എന്റെ സംസാരത്തിൽ കൂടി നിങ്ങളെ വിഷമിപ്പിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുകയാണ്. ഖുർആനിനും സുന്നത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഒരേ മനസ്സോടുകൂടി ദഅവത്ത് നടത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റുപറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആദം നബിയുടെ മക്കള് മുഴുവനും സന്തതികൾ മുഴുവനും തെറ്റുപറ്റുന്നവരാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ. എന്നാല് അങ്ങനെ തെറ്റുപറ്റിയാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ്. ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ സ്വഭാവം ആണ്. അതിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ഒരു വിഷയം ബോധ്യപ്പെടുകയാണ്. എന്താണ് ആ വിഷയം? തന്റെ കൂട്ടത്തിലുള്ള ഫൈസൽ നന്ദിയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മടവൂരികളിൽ നിന്ന് ഈയിടെ KNM കോക്കസിലേക്ക് പോയ നസാഫ് മൗലവി സംസാരിച്ചത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്, നമ്മളെ കൂട്ടത്തിലുള്ള പ്രവർത്തകനാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്, അങ്ങനെയൊക്കെ മനസ്സ് തുറന്ന് പറഞ്ഞത് എന്ന്. അപ്പോ മനസ്സിലുള്ളത് വേറൊന്നും പുറത്തു പറയുന്നത് വേറൊന്നും. അതേസമയം തന്റെ സ്വന്തക്കാരായിട്ടുള്ള തങ്ങളുടെ പ്രവർത്തകന്മാരോട് ഒരു കാര്യം പറയുക, എന്നാൽ പബ്ലിക്കിൽ മറ്റൊരു രീതിയിൽ പറയുക, അത് ഒരു ഇസ്ലാമിക പ്രബോധക സംഘത്തിന്, അതും മുസ്ലിങ്ങളെ, കേരളത്തിലെ മുസ്ലിങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, എല്ലാ നിലക്കും ഇസ്ലാഹ് നടത്തുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് പറ്റുന്നതാണോ? ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഉള്ളിൽ പറയുന്നതും പുറത്തു പറയുന്നതും ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ഒന്നായിരിക്കണം. അവന്റെ മനസ്സിലൊന്നും പുറത്ത് പബ്ലിക്കിനോട് പറയുന്നത് വേറൊരു ആദർശവും, ആ ഒരു നിലപാട് എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് യഥാർത്ഥ മുജാഹിദുകൾക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. പ്രവർത്തകന്മാര് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഒന്നുകൂടി ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഇരുമുഖം, ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ഈ ക്ലിപ്പിൽ നിങ്ങൾ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജനങ്ങൾക്ക് ഹക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കും ഞങ്ങൾക്കുമെല്ലാം അല്ലാഹു അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. ഇരുമുഖങ്ങൾ മനസ്സിലൊന്ന് വെക്കുകയും പബ്ലിക്കിൽ വേറെ പറയുകയും സ്വന്തം പ്രവർത്തകന്മാരോട് ഒരു കാര്യം പറയുകയും അതേസമയം വേറെ ആളുകളോട് അതേ വിഷയത്തിൽ തന്നെ മറ്റൊരു രീതിയിൽ ആദർശം പറയുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ആ ഇരുമുഖ പരിപാടിയിൽ നിന്ന്, അത്തരത്തിലുള്ള രണ്ട് തോണിയിലും കാലിട്ടുകൊണ്ടുള്ള നിലപാടുകൾ, അതിൽ നിന്ന് അള്ളാഹു നമ്മളെയെല്ലാം കാക്കുമാറാവട്ടെ എന്നുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.